കെ സി അല്ല എങ്കിൽ കെ സിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് കെ സി വേണുഗോപാലിനോട് കെ സി അല്ല പുതിയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ദീപാദാസ് മുൻഷിക്കും സംഘത്തിനും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് വരാമായിരുന്നു. പിന്നെയുള്ള യോഗത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. വീണ്ടും ഒരു യോഗം ചേരുന്നതിന്റെ സൂചന ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല എന്നുള്ളതാണ്. അവസാന നിമിഷം വരെയും കെ സി വേണുഗോപാൽ പൊരുതുന്നു എന്നതിന്റെ സൂചന അക്കാര്യത്തിൽ ഉണ്ട്. അത് കറക്റ്റാണ്. അവസാന നിമിഷം വരെയും കെ സി വേണുഗോപാൽ പൊരുതുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ഫൈനൽ തീരുമാനം എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് AICCയുടെ ഭാഗത്ത് ഉണ്ടാകുമായിരുന്നു. 1 മണിക്ക് പാർലമെന്ററി പാർട്ടി യോഗം കേരളത്തിൽ ജനം വിജയിപ്പിച്ച കോൺഗ്രസ് MLA-മാർ 63 കോൺഗ്രസ് MLA-മാരുടെ യോഗം ചേരേണ്ടതാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരേണ്ടതാണ്. 1 മണിക്ക് ചേരാൻ നിശ്ചയിച്ച യോഗം അത് വൈകിട്ടേക്ക് മാറും എന്ന് പറയുന്നിടത്ത് തന്നെ അനിശ്ചിതത്വത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ്, അതിന്റെ ആഴം എത്രത്തോളം വലുതാണ്. 7:00 എനിക്ക് ട്രെയിനുണ്ട്, നാളെ 1-ാം തീയതിയാണ്, ഞാൻ ഗുരുവായൂരേക്ക് പോകും, പുതിയ സമയത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് കെ മുരളീധരൻ പറയുന്നിടത്തും അതിന്റെ ഗൗരവമുണ്ട്. അത്രമേൽ വലിയ അനിശ്ചിതത്വമാണ്. പക്ഷേ കെ സി വേണുഗോപാൽ എന്ന ഒറ്റപ്പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെങ്കിൽ അനൗൺസ്മെന്റ് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാകുമായിരുന്നു. അതുണ്ടായിട്ടില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കേരളത്തിലെ നേതാക്കളുമായി പുതുതായി ഏതെങ്കിലും തരത്തിലുള്ള വലിയ ആശയവിനിമയം നടത്തിയതായി വ്യക്തതയില്ല. ഇനി ഈ മണിക്കൂർ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ചക്കിടയിൽ എന്തെങ്കിലും ആശയവിനിമയം ഉണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. ഇപ്പോൾ AICC അധ്യക്ഷന്റെ വസതിയിലേക്കാണ് രാഹുൽ ഗാന്ധിയും കെ സിയും അടക്കം പോകുന്നത് എന്താണ് സൂചനകളുള്ളത്. മുകുൾ വാസ്നിക്ക്, കേരളത്തിന്റെ നിരീക്ഷകനായി AICC നിശ്ചയിച്ച മുകുൾ വാസ്നിക്കും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എവിടേക്ക് എന്നതിന്റെ സൂചന ബാലഗോപാൽ ഉണ്ടോ? എവിടേക്ക് എന്നത് തീരുമാനമായോ? രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒരുമിച്ചാണോ ഇറങ്ങുന്നത്? ബാലു, ഒരുമിച്ചാണോ ഇറങ്ങുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയും. അതായത് പ്രിയങ്ക ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ചർച്ച നടത്തിയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തതാണോ അതോ പ്രിയങ്ക ഗാന്ധിയുമായി മറ്റു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയതാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇതിൽ പറയാൻ കാരണം പ്രിയങ്ക ഗാന്ധിയുടെ സുരക്ഷാ വിങ്ങിൽപ്പെട്ട ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് സമീപം എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഉണ്ടായിരുന്നു എന്ന സംശയമാണ് നിലവിൽ ഉള്ളത്. കോൺഗ്രസ്സുകാർ പറയുന്നതനുസരിച്ച്, കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പ്രിയങ്ക ഗാന്ധിയും ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തിരുന്നു. പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ സുരക്ഷാ വിങ്ങിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് സമീപം എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വസതിക്കുള്ളിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കാണത്. പ്രിയങ്ക ഗാന്ധി കൂടി ചർച്ചയുടെ ഭാഗമായി എന്ന് തോന്നുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുണ്ട്. അപ്പോൾ രാവിലെ പ്രിയങ്ക ഗാന്ധി വന്നായിരിക്കില്ല. സാധാരണ നിലയിൽ ചിലപ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. കെ സി വേണുഗോപാൽ ചർച്ചകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ബസ്സിലേക്ക് എത്തിയപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നിരിക്കുക. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ റോൾ അത് വളരെ പ്രധാനമായി ഒരുപക്ഷെ മാറിയേക്കും നിരീക്ഷണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. പാർലമെന്റ് മെമ്പർ കൂടിയാണ്. മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് പ്രിയങ്ക ഗാന്ധി. കേരളത്തിലെ രാഷ്ട്രീയം എന്തെന്ന് ധാരണയുള്ള ആളാണ് പ്രിയങ്ക ഗാന്ധി. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമായേക്കാം. ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞത് രതീഷ്, അത് ഫ്ലൈറ്റ് 13 മണിക്ക്, അതായത് 1 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് 4 മണിക്ക് ഇവിടെ എത്തും. തിരിച്ച് 7 മണിക്ക് പുറപ്പെട്ട് 10 മണിക്ക് തിരികെ 11 മണിക്ക് തിരികെ എത്താനുള്ളതാണ്. അതായത് 7 മണിക്ക് ദീപാദാസ് മുൻഷിയും സംഘവും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് മടങ്ങിപ്പോവാണ്. 1 മണിക്ക് ആ ഫ്ലൈറ്റ് പുറപ്പെടുമ്പോൾ അതിലെ 4ാമത്തെ പേരുകാരനായി കെ സി വേണുഗോപാൽ ഉണ്ടാവും. ഇപ്പോൾ പേര് സൂര്യകാന്തിന്റേതാണ്. അജയ് മാക്കൻ, മുകുൾ വാസ്നിക്, ദീപാദാസ് മുൻഷി, സൂര്യകാന്ത് എന്നിവരാണ്. ഈ 4ാമത്തെ പേരായ സൂര്യകാന്ത് ഡമ്മിയാണോ എന്ന സംശയം നേരത്തെ ബാലു ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ സൂര്യകാന്തിന്റെ പേരടക്കം ഇങ്ങനെ 4 പേർ ഇപ്പോൾ സംഘടനാ ചുമതല AICC സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉള്ളപ്പോൾ അദ്ദേഹം വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡമ്മി അവിടെ വെക്കേണ്ട സാഹചര്യമില്ലല്ലോ. അപ്പോൾ കെ സിക്ക് അനുകൂലമല്ലേ സാഹചര്യം? അവസാനപ്പെട്ട ഫൈറ്റാണോ കെ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? കെ സി അങ്ങനെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ കഴിയുന്ന നേതാവല്ല. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വിശ്വാസമുള്ള നേതാവാണ്. അപ്പോൾ ഇക്വേഷൻ മാറുന്നിടത്ത് അവസാനപ്പെട്ട നീക്കങ്ങൾ കെ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ്. കെ സിയുടെ സാധ്യത മങ്ങിയതാണോ? ഫൈനൽ ഫൈറ്റിലുണ്ട് കെ സി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.